എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതിനു മുമ്പ് കാറ്റിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്താണ് കാറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. കാറ്റിനെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കടൽ കാറ്റിനെക്കുറിച്ചും കരക്കാറ്റിനെക്കുറിച്ചുമാണ്. അപ്പോൾ ഇവ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. കടൽക്കാറ്റിനെക്കുറിച്ചാണ് ആദ്യമായി പറയാനായിട്ട് പോകുന്നത്. കടൽക്കാറ്റ് സംഭവിക്കുന്നത് പകൽ സമയത്താണ്. പകൽ സമയത്ത് കരഭാഗം കടലിനേക്കാൾ വേഗത്തിൽ ചൂട് പിടിക്കുന്നു. കരഭാഗത്ത് ഉയർന്ന താപനിലയായിരിക്കും അനുഭവപ്പെടുക, എന്നാൽ കടലിൻ്റെ ഭാഗത്ത് താഴ്ന്ന താപനിലയും. കരഭാഗത്തുള്ള വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുമ്പോൾ കടലിൽ നിന്നും തണുത്ത വായു കടന്നു വരുന്നു. ഇതിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കരക്കാറ്റ് എന്താണെന്ന് നോക്കാം. കരക്കാറ്റ് കടൽക്കാറ്റിൻ്റെ നേരെ വിപരീതമാണ്. രാത്രി സമയത്താണ് കരക്കാറ്റ് സംഭവിക്കുന്നത്. ഈ സമയത്ത് കരഭാഗത്ത് താഴ്ന്ന താപനിലയായിരിക്കും, എന്നാൽ കടലിൻ്റെ ഭാഗത്ത് ഉയർന്ന താപനിലയും. ഇങ്ങനെയാകുമ്പോൾ കരയിൽ നിന്നുള്ള തണുത്ത വായു കടലിലേക്ക് കടന്നു ചെല്ലുന്നു. ഇതിനെയാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. കടൽക്കാറ്റിൻ്റെയും കരക്കാറ്റിൻ്റെയും പ്രധാന വ്യത്യാസങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക. പുതിയ കാഴ്ചകളും വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.